ഇന്ന് നമുക്ക് ലോകാവസാനം എന്ന വിഷയത്തിൻ്റെ ബാക്കി ചില ഭാഗങ്ങൾ കൂടി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാം. ലോകം അതിനൊരവസാനമുണ്ട്, പ്രപഞ്ചത്തിന് അവസാനമുണ്ട്. ഇവിടെയുള്ള മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ട് ഈ ഭൂമി ശൂന്യമായി കിടക്കുന്നു, അത് കത്തിയമർന്ന് തീരുന്നു. എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ, ഇതിനെല്ലാം വേദപുസ്തകം എന്താണ് നമുക്ക് ഉത്തരം തരുന്നതെന്ന് ആണ് നമ്മൾ പല വിഷയങ്ങളിൽ കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഭൂമിയെ സംബന്ധിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ഈ സൃഷ്ട വസ്തുക്കളെ സംബന്ധിച്ച് ജീവനുള്ളതും ജീവനില്ലാത്തതും ആയ സൃഷ്ടവസ്തുക്കളും മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ്റെ വീഴ്ച, വീണ്ടെടുപ്പ്, രണ്ട് വിഷയമാണ് വേദപുസ്തകം നമുക്ക് അറിവ് തരുന്നത്. പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ മരണത്തിലേക്ക് അധപ്പതിച്ചു. അതിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഒരു മറുവിലയായി തീർന്നു. ആ മറുവില അംഗീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ദൈവം മനുഷ്യരാശിയെ യേശുക്രിസ്തുവിൽ കൂടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ മനസ്സായിരിക്കുന്നു. ഇനി ആ മോചനത്തിൻ്റെ ഫലം മനുഷ്യരാശിക്ക് നൽകപ്പെടുന്ന സമയങ്ങളെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. ഈ മോചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ്. രണ്ടാം വരവിൽ സകല മനുഷ്യർക്കും നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു പരിശോധന നൽകപ്പെടും. നമ്മുടെ പൂർവപിതാവായ ആദാമിന് ഏദനിൽ നൽകപ്പെട്ടതുപോലെയുള്ള ഒരു പരിശോധന അന്ന് അവിടെ നൽകിയത് ഈ വൃക്ഷഫലം തിന്നരുത് എന്നുള്ളതാണ്. ഇനി ഓരോരുത്തരെയും പരിശോധിക്കുന്നത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൻ്റെ സമയങ്ങളെക്കുറിച്ച് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ദിവസമെന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലെ വിഷയങ്ങളാണത്. അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയം പ്രപഞ്ചത്തിന് നാശമുണ്ടോ, ലോകത്തിന് അവസാനമുണ്ടോ എന്നുള്ള വിഷയത്തിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ്. ലോകാവസാനത്തെക്കുറിച്ച് പല വേദഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനമായിട്ടും ലോകാവസാനം ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ തെളിവിന് വേണ്ടി എടുക്കുന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 3-ാം വാക്യം. അത് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിക്കുന്നു. അവിടെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് യെരുശലേമിൻ്റെ നാശം, രണ്ടാമത്തത് യേശുവിൻ്റെ വരവ്. ഈ വരവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് ഒന്നാമത്തെ വരവിനെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്. നമ്മുടെ വിശ്വാസികളൊക്കെ ഇത് രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ധരിച്ചിരിക്കുന്നത്. അതിന് കർത്താവ് പറയുന്നത് ഇത് പിതാവിൻ്റെ സ്വന്തം അധികാരത്തിലുള്ള കാലങ്ങളാണ്. മത്തായി 24-ന്റെ 16-ാം വാക്യത്തിൽ ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ
ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. രണ്ടാം വരവിനെ കുറിച്ചല്ല പറയുന്നത്. ആ നാളും നാഴികയും ഏതാ? യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചായി പറയുന്നത്. അതെപ്പോൾ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഏത്? കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് യെരുശലേമിനെ കുറിച്ച് പറഞ്ഞ കാര്യം അതെപ്പോൾ സംഭവിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ കർത്താവ് പറയുന്നു, അത് പിതാവിൻ്റെ സ്വന്തം അധികാരത്തിലുള്ള സമയമാണ്. അത് പുത്രനും ദൂതന്മാരും പോലും അറിയുന്നില്ല. പക്ഷെ ആ കാലത്തെ സംബന്ധിച്ചൊരു സൂചന കർത്താവ് പറയുന്നുണ്ട്. ഈ സംഭവിക്കുന്ന ഈ മഹാകഷ്ടത്തിൻ്റെ മുമ്പായിട്ടുള്ള സൂചനകളെ കുറിച്ചാണ് 17-ാം വാക്യം മുതൽ പറയുന്നത്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. വരവിൻ്റെ അടയാളമല്ലേ ചോദിച്ചേ? ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം യഹൂദജാതിയോട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ തലമുറയിലുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ. ഈ നാശം വരുന്നത് നോഹയുടെ കാലം പോലെയാകുന്നു. നോഹയുടെ കാലത്തെ ആ തലമുറ ഇങ്ങനെ ഒരു ജലപ്രളയം വരുമെന്നോ ഒരു നാശം സംഭവിക്കുമെന്നോ അവര് വിശ്വസിച്ചിരുന്നില്ല, അവര് കരുതിയിരുന്നില്ല. വളരെ യാദൃച്ഛികമായൊരു സംഭവം പോലെ സംഭവിച്ചു. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയമെന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. അപ്പൊ ഇവിടെ ഈ ദൃഷ്ടാന്തം പിന്നെ കർത്താവ് പറയുന്നുണ്ട്. സോദോം ഗോമോറയെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഒരു യാദൃച്ഛിക സംഭവമായി ആ സോദോം ഗോമോറ ദൈവം നശിപ്പിച്ചു കളഞ്ഞു, ദുഷ്ടതലമുറ. അപ്പൊ ഇവിടെ കർത്താവിന്റെ കാലത്ത് യഹൂദജാതിയെ ഈ ദുഷ്ടതലമുറയോട് ഉപമിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ വിധത്തിലുള്ള അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വന്നു ചേരും. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധികൾ ഉണ്ടാകും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും എന്നെല്ലാം പറയുന്നതെല്ലാം ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ തെളിവുകളായി യേശു ഒന്നാമത് വന്നത് അത് യേശു ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടമായ തെളിവ് AD 70 കാണിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ശാസ്ത്രിമാരും പരീശന്മാരും മൂപ്പന്മാരുമായ ഇസ്രായേലിൻ്റെ പ്രമുഖന്മാർ കർത്താവിൻ്റെ വരവ് കാണും എന്ന് പറഞ്ഞത്. ശിഷ്യന്മാരെ സംബന്ധിച്ച് നിങ്ങൾ എൻ്റെ ദിവസം കാണുകയില്ല എന്ന് പറഞ്ഞു. ഈ പ്രതികാര ദിവസമാണ്. അപ്പോൾ ഈ സംഭവ വികാസങ്ങളിലൊന്നും നിലവിലുള്ള ആകാശഭൂമികൾക്കൊന്നും നാശം സംഭവിച്ചിട്ടില്ല. അതാത് കാലത്ത് നിലവിലിരുന്ന വ്യവസ്ഥിതികൾക്കാണ് നാശം സംഭവിച്ചത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ ഹിതത്തിനും ഉചിതമല്ലാത്ത വിധത്തിൽ ജീവിച്ച സമൂഹത്തെ നശിപ്പിച്ചു എന്നാണ്. ലോകവ്യാപകമായിട്ടുള്ള ഒരു നാശവും അല്ല അവിടെ സംഭവിച്ചത്. അപ്പോൾ ആകാശഭൂമികൾക്കുള്ള നാശത്തെക്കുറിച്ചല്ല പറയുന്നു. പിന്നെ മറ്റൊരു വാക്യം എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരമുണ്ടാക്കി എന്ന് പറയുന്ന ഒരു വാക്യം.
ഇബ്രായർ 9:26 വാക്യം. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അങ്ങനെ അവൻ സ്വന്തം യാഗത്താൽ ലോകാവസാനത്തിൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവിടെ കർത്താവ് വന്നപ്പോൾ ലോകാവസാനമൊന്നും സംഭവിച്ചില്ലല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് തന്നെ ഇവിടെ ലോകാവസാനം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? യുഗത്തിൻ്റെ അവസാനമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെയോ ഭൂമിയുടെയോ മനുഷ്യരാശിയുടെയോ ജീവജാലങ്ങളുടെയോ ഒന്നിൻ്റെയും അവസാനമല്ല. അങ്ങനെയുള്ള ഒരു അവസാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ നിർണയത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ശരി. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 2 പത്രോസ് 3 ചില ഭാഗങ്ങൾ പറയുന്നു. 2 പത്രോസ് 3:5 ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പറയുന്ന കാര്യം. ആകാശവും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ടു ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങിയ ആകാശഭൂമിയെ കുറിച്ചാവും. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു. ജലപ്രളയം കൊണ്ട് ആകാശഭൂമികൾ നശിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലിരുന്ന വ്യവസ്ഥിതികൾ നശിച്ചു എന്നാണ് അപ്പോസ്തലൻ ഇവിടെ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദുഷ്ടതലമുറയ്ക്കൊരു നാശമുണ്ടാകുവാൻ പോകുന്നു. ദുഷ്ടതലമുറ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ച? യഹൂദ ജാതിയെ ഉദ്ദേശിച്ച ഈ പറയുന്നതെല്ലാം. മാലാഖിയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. ഇതേതാണ് ഈ ചൂള പോലെ കത്തുന്ന ദിവസം? അത് യഹൂദജാതിയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരു വാക്യം പറയുന്നത്, കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. കർത്താവിൻ്റെ വലുതും ഭയങ്കരമായ ഒരു പ്രതികാര ദിവസം വരും, അതിനു മുമ്പേ ഏലിയാ പ്രവാചകനെ അയക്കും. ഏലിയാവ് ആരാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കർത്താവിനോട് ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ നടന്നു പോകുന്ന വഴി, കർത്താവേ, ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത്? എന്താ ഇവര് കർത്താവിനോട് ചോദിക്കാനുള്ള കാരണം? കർത്താവ് വരുന്നതിന് മുമ്പേ ഏലിയാവ് വരണം. ഏലിയാവ് വന്ന് ഇവർ കണ്ടാൽ പിന്നെ ഇത് കർത്താവാണെന്ന് വിശ്വസിക്കാൻ എളുപ്പമായി. അപ്പൊ കൂടെ നടക്കുമ്പോഴും ഇത് കർത്താവാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സംശയം ഒന്ന് തീർക്കുകയും ചെയ്യാം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞു. ഏലിയാവിന് അവർക്ക് ബോധിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഏലിയാവിനോട് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ
ശിഷ്യന്മാർ മനസ്സിലാക്കി ഇത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ തല ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒന്ന് ഒരു കാര്യം ഉറപ്പായി, ഇത് തന്നെയാണ് യേശു. അപ്പോൾ ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നതിന് മുമ്പ് ഏലിയാ പ്രവാചകൻ അയക്കുമെന്ന് പറഞ്ഞാൽ ദൈവം യോഹന്നാൻ സ്നാപകനെ യഹൂദജാതിയുടെ അടുക്കിലേക്ക് അയച്ചു യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം അവർ അംഗീകരിച്ചാൽ അവർക്ക് വലിയൊരു ശിക്ഷയിൽ നിന്നും ഒഴിവായിരിക്കാം. അതേത് ശിക്ഷയാ? അതാണ് യഹോവയുടെ ഈ കോപ ദിവസം, ചൂള പോലെ കത്തുന്ന ദിവസം. ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ AD 70 കാലഘട്ടങ്ങളിൽ ഇസ്രായേലിന് സംഭവിച്ച മഹാസംഹാരമാണ് ആ ദിവസം. അതിനു മുമ്പേ ഏലിയാ പ്രവാചകനെ അയക്കും. പക്ഷേ ഏലിയാ പ്രവാചകനെ അയച്ചിട്ട് അതിൻ്റെ ഉദ്ദേശിച്ച ഗുണം അത് ഇസ്രായേൽ അത് പ്രാപിച്ചില്ല. അവർ യേശുവിനെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അപ്പം അതുപോലെ ഈ തലമുറയ്ക്കൊരു നാശം സംഭവിക്കാൻ പോകുന്നു. ഇതെല്ലാം സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. കർത്താവ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ യഹൂദജാതിയെ കുറിച്ചാണ് പറയുന്നത്. മന്ദിരത്തിനും യാഗപീഠത്തിനും മന്ദിരത്തിനും മധ്യേ വെച്ചു കൊന്ന സക്കരിയാവിന്റെ രക്തം വരെ, ഭൂമിയിൽ ചൊരിഞ്ഞ നീതിമാന്മാരുടെ രക്തം എല്ലാം ഈ തലമുറയോട് ചോദിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം നിവർത്തികളും അത് സംഭവിക്കുന്ന സമയത്തെക്കുറിച്ച് ഉള്ള ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെയാണ് പുതിയ നിയമങ്ങളിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളെല്ലാം. അതല്ലാതെ ഇവിടെ മുഴുവൻ മനുഷ്യരാശിയെയും ദണ്ഡിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഹാര താണ്ഡവത്തെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. ഇപ്പൊ കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം, ഏത് വരവിൻ്റെ ഉദ്ദേശമാണ്? കർത്താവ് രണ്ടാമത് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറഞ്ഞ സംഭവ വികാസങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹകരമായ പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരു വാക്യം പറഞ്ഞാൽ 13-ാം വാക്യത്തിൽ, എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ നാം ഇതിനു മുമ്പ് പറഞ്ഞ ഈ സംഭവ വികാസങ്ങളെല്ലാം അത് യഹൂദ ജാതിയെ സംബന്ധിച്ചാകുന്നു. പക്ഷേ പുതിയ നിയമ വിശ്വാസികൾ എന്തിനു വേണ്ടി കാത്തിരിക്കണമെന്നാണ് പറയുന്നത് എന്ന് നോക്കാം. 2 പത്രോസ് 3-13 വാക്യത്തിൽ, എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ ഭരണകൂടത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കൾ, ക്രിസ്തുയേശുവിൽ വിശ്വാസം അർപ്പിച്ചവർ ഒരു പുതിയ ഭരണത്തിനു വേണ്ടി, ഒരു രാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഇതിനു മുമ്പുള്ള സംഭവവികാസങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കും. ഈ സംഭവവികാസങ്ങളൊന്നും നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളല്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും. പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടമെന്നാണ്. പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ വരുന്ന മുഴുവൻ മനുഷ്യരാശിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ആദാം മുതൽ ജനിച്ച് മൺമറഞ്ഞ ജനകോടികളെ
പുനരുദ്ധാനം വഴി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ പുതിയ വ്യവസ്ഥിതിയും പുതിയ മനുഷ്യ സമുദായവും ഉടലെടുക്കും. അപ്പം ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങൾ, അതിനെക്കുറിച്ച് മറ്റൊരു വിശദീകരണം നമുക്കൊന്ന് നോക്കാം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇവിടെ കർത്താവിൻ്റെ ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാത്തിരിക്കേണ്ടതോ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ്. ഈ കർത്താവിൻ്റെ ദിവസത്തിനായിട്ട് കാത്തിരിക്കുന്നത് ആരാന്നറിയോ? അത് യഹൂദജന. അവരറിയാതെ തന്നെ കാത്തിരിക്കുക. ഈ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അത് വളരെ രഹസ്യമായിട്ടായിരിക്കും. പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മഹാസംഹാര ദിവസമായിരിക്കും അത്. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. യഹൂദ ജനതയും അവരുടെ മതവും രാഷ്ട്രീയവുമായ ഭരണവ്യവസ്ഥിതികൾ ഇല്ലാതെയാകും. കാരണം എന്താ? ആ ജനത തന്നെ നശിച്ചു പോവുകയാണ്. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നു. അതിൻ്റെ ശൂന്യം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. മൂലപദാർത്ഥങ്ങൾ ഇസ്രായേൽ സമുദായത്തിൽ, യഹൂദ സമുദായത്തിൽ നിലനിന്നിരുന്ന എല്ലാ സ്ഥാനങ്ങളും നാമാവശേഷമായി തീർന്നു. അവരുടെ പണികൾ, അവർ ന്യായപ്രമാണപ്രകാരമുള്ള ഭവനമാണ് പണിതുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് ന്യായപ്രമാണം കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള വ്യാജേന ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്ന് കർത്താവ് അന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾ ജനങ്ങളെ ന്യായപ്രമാണം ആചരിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുകയും നിങ്ങൾ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇപ്പം മതപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ എല്ലാ സംവിധാനങ്ങളും വെന്തുരുകിയില്ലാതെയായി. അങ്ങനെ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ്. ഇത് ദൈവദിവസത്തിൻ്റെ വരവെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രതികാര ദിവസമാണ്. ഗുരു ആകാശത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു അടയാളം കാണിക്കണമെന്നല്ലേ പറഞ്ഞു. അപ്പം ഇവിടെ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വരുന്ന ഒരു സംഹാരമല്ല, യഹോവ അനുവദിച്ച ഒരു ശിക്ഷയാണ് ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായിരിക്കണം. അത് അപ്പോസ്തലന്മാരും അവരുടെ ഉപദേശം കേട്ട് നിലനിൽക്കുന്ന മറ്റ് വിശ്വാസികളും നിങ്ങൾ വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായി വിവേകത്തോടെ ഇരുന്നു കൊള്ളണം. ഈ സംഹാര ദിവസം നിങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ. അതുകൊണ്ട് അന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, അന്ന് യെരൂശലേമിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വയലിൽ ഉള്ളവർ പട്ടണത്തിലേക്ക് കടക്കരുത്. കാരണം അവിടെ റോമൻ സൈന്യം വന്ന് നിരന്നിരിക്കുക. അവിടെ റോമൻ സൈന്യം സംഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ പോകരുത്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് ബുദ്ധിയോടെ ചിന്തിച്ച് ജീവിച്ചു കൊള്ളണമെന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
യഹൂദജാതിയെ സംബന്ധിച്ച് ഇതൊരു നമുക്ക് ദൃഷ്ടാന്തമാണ്. ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ദൃഷ്ടാന്തമാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പലവിധമായ ശിക്ഷാ നടപടികളിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾക്ക് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയും എന്നും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നാശത്തിൻ്റെ എല്ലാം വശങ്ങൾ അത് ആത്മീയമായി ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, യഹൂദജാതിയോട് ദൃഷ്ടാന്തപ്പെടുത്തിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഈ സൂര്യചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം അക്ഷരാർത്ഥത്തിലുള്ള ഭൂമിയെക്കുറിച്ചോ ചന്ദ്രനെക്കുറിച്ചോ നക്ഷത്രങ്ങളെക്കുറിച്ചോ ഒന്നും അല്ല. അത് ശാസ്ത്രിമാർ, പരീശന്മാർ തുടങ്ങിയ സമുന്നതരായ ആളുകളുടെ വീഴ്ചയെക്കുറിച്ച് പറയുന്നത് അലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് എതിരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ദൈവത്തിന് വളരെ നമുക്ക് നന്മ വരുന്നതായ കരുതലുകളാണ് ദൈവത്തിനുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 3:19 ഒരു വാക്യം വായിച്ച് നമുക്ക് ഈ വിഷയം തൽക്കാലം അവസാനിപ്പിക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാനിക്കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നത്. ആശ്വാസകാലങ്ങളാണ്. ഇനി മനുഷ്യരാശിക്ക് വരാൻ പോകുന്നത് ആശ്വാസത്തിൻ്റെ കാലങ്ങളാണ്. മനുഷ്യരാശി ഏതാണ്ട് 6000 സംവത്സരമായിട്ട് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അതിൻ്റെ പരിണിതങ്ങളായ ഫലങ്ങളാലും ഞെരുങ്ങിയും നെടുവീർപ്പിട്ടുകൊണ്ടും കഷ്ടം സഹിച്ചുകൊണ്ടും മനുഷ്യരാശി തലമുറകളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നെല്ലാം മോചനത്തിനുള്ള കാലങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അത് മുഴുവൻ മനുഷ്യരാശിക്കും ആശ്വാസത്തിൻ്റെ കാലങ്ങളായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുൻപുള്ള ചില ലക്ഷണങ്ങളെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി വേറെ കാര്യങ്ങൾ പറയുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നൊന്നായി അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കാമെന്ന് വിചാരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ വിധം, വരവിൻ്റെ ഉദ്ദേശം, എങ്ങനെയാണ് മനുഷ്യരാശിക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ പേർക്കും എങ്ങനെയാണ് പ്രദാനം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് വളരെ വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പരിസമാപ്തി എന്ന പോലെ സൂര്യചന്ദ്രന്മാർക്കോ പ്രപഞ്ചത്തിനോ നമ്മുടെ ഭൂമിക്കോ യാതൊരു നാശവും സംഭവിക്കുവാൻ ഇനി ദൈവം അനുവദിക്കുന്നില്ല. അവിടെവിടെങ്ങളിൽ പ്രാദേശികമായിട്ട് എന്തെല്ലാം ചെറിയ ചെറിയ സംഭവ വികാസങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെ എല്ലാം മുഴുവൻ സംഹാരം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരു വിഷയമല്ല. അതുകൊണ്ട് നമുക്കത് തള്ളിക്കളയാം. അതിൻ്റെ പേരിലുള്ള ശങ്കകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാം. ഭൂമിയെ ഏതോ ഒരു
ഒരു ചെറിയ ചിഹ്നഗ്രഹം വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും ഭയപ്പെട്ടിരിക്കുക. ഭൂമിയുടെ സംരക്ഷണം എന്നുള്ളത് പിതാവായ ദൈവം തൻ്റെ ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഭൂമിക്ക് വലിയ കേടുപാടുകൾ വരുത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിയന്ത്രിക്കാൻ ഇവിടെ ദൈവത്തിന് കഴിയും. മനുഷ്യൻ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. ശാസ്ത്രീയ വീക്ഷണങ്ങളോ ശാസ്ത്രീയ ചിന്താഗതികളോ അല്ലോ നമ്മുടെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. പ്രകൃതിയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ചിന്താഗതികൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തുടർന്നുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.